ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ലേണിംഗ് വിത്ത് അഹാനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 9ാം ക്ലാസ്സിൽ ഇനി പഠിക്കാനുള്ള ഏതാണ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ് അല്ലേ. എൻസൈംസ് ആൻഡ് ഹോർമോൺസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നോക്കിയാലോ. ഓക്കെ, എന്താണ് എൻസൈംസ്? നമുക്ക് കേട്ട് പരിചയമുള്ള ടേമാണ് അല്ലേ എൻസൈംസ്. ഹോർമോൺസ് നമ്മൾ കേട്ടിട്ടുള്ള ടേം തന്നെയാണ്. എന്താണ് കറക്റ്റ് അതിനൊരു ഡെഫിനിഷൻ എന്ത് കൊടുക്കാം? അപ്പോൾ എൻസൈംസ് എന്താണ്? എൻസൈംസ് ആർ മോളിക്യൂൾസ് വിച്ച് ഹെൽപ്പ് ടു സ്പീഡ് അപ്പ് ദി കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഓർഗാനിസം എവറി മൊമെൻറ്റ്. അപ്പോൾ ഓർഗാനിസത്തിലെല്ലാം തന്നെ നമ്മൾ പഠിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് ആണല്ലോ, മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ മൈക്രോ സെക്കൻഡ് വെച്ച് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസിനെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോളിക്യൂൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുണ്ടെങ്കിലേ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്ന മെറ്റാബോളിസം എല്ലാം നടക്കും. അപ്പോൾ അതിന് സഹായിക്കുന്ന മോളിക്യൂൾസാണ് എന്തടാ? എൻസൈംസ്. ഓക്കെ, മോസ്റ്റ് എൻസൈംസും പ്രോട്ടീൻസ് ആണല്ലേ, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അല്ലേ. എൻസൈംസും ഹോർമോൺസും ആൻറ്റിബോഡീസും എല്ലാം പ്രോട്ടീൻസ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. എൻസൈംസിൻ്റെ എക്സാമ്പിൾ. ഫസ്റ്റ് എക്സാമ്പിൾ, സലൈവറി അമിലേസ് പ്രസൻറ്റ് ഇൻ സലൈവ. നമ്മുടെ ഉമിനീര്, സലൈവയിലുള്ള സലൈവറി അമിലേസ്. അതുപോലെ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ്, ആമാശയ രസത്തിലുള്ള പെപ്സിൻ. അപ്പോൾ സലൈവറി അമിലേസും പെപ്സിനുമാണ് എൻസൈമിന് ടെക്സ്റ്റിൽ എക്സാമ്പിൾ തന്നിട്ടുള്ളത്. ഓക്കെ ആണോ? അതുപോലെ എന്താണ് ഹോർമോൺസ്? ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സസ്. എന്താണ് അത്? കെമിക്കൽ മോളിക്യൂൾസ് തന്നെയാണ്. അത് നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സിന്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സിന് എന്ത് ചെയ്യുന്നടാ? റെഗുലേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്നത് ആരാണ്? ഈ ഹോർമോൺസ് ആണ്. ഓക്കെ, ഹോർമോൺസിന് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സസ് നല്ല രീതിയിൽ നടക്കുമോ? ഇല്ല. ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. പിന്നെ ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സും എക്സോക്രൈൻ ഗ്ലാൻഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണല്ലോ. അതിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ തന്നിട്ടുണ്ട് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. ഇത് മൂന്നും എന്താണിടാ? സെക്സ് ഹോർമോൺസ് ആണല്ലേ. മെയിലിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ, അതുപോലെ ഫീമെയിലുള്ള ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണൊക്കെ എന്താണിടാ? സെക്സ് ഹോർമോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഹോർമോൺസും എൻസൈംസും എന്താണെന്ന് മനസ്സിലാക്കിയ. രണ്ടും കെമിക്കൽ മോളിക്യൂൾസ് തന്നെയാണ്. എൻസൈംസ് എന്ത് ചെയ്യുന്നു? കെമിക്കൽ റിയാക്ഷൻ സ്പീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഉള്ളതാണ് എൻസൈംസ്. അതിന് എക്സാമ്പിൾ 2 ഇതിൽ തന്നിട്ടുണ്ട്, അത് 2 പഠിക്കുക. ഹോർമോൺസ് എന്താണ്? നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സിനെ റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന കെമിക്കൽ മോളിക്യൂൾസാണ്. 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് പഠിക്കുക. ഓക്കെ ആണോടാ? ഇനി നമുക്ക് നോക്കിയാലോ. എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ചോദിച്ചിട്ടുണ്ട് മെറ്റാബോളിസത്തിന് എന്താണ് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് സെല്ലിനകത്തുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്നാൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ അകത്തേക്ക് എടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് പുറത്ത് നിന്ന് നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്. ഓക്കെ, മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട്. അതുപോലെ എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അമീബ, അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസം ലൈക്ക് അമീബ, അതുപോലെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ലൈക്ക് ആനിമൽസ്, പിന്നെ പ്ലാന്റ്സ്. ഇവയിലൊക്കെ എങ്ങനെയാണ് ഒരു സബ്സ്റ്റൻസ് പുറത്ത് നിന്ന് അകത്തേക്ക്, സെല്ലിനകത്തേക്ക് വരുന്നത്? സെല്ലിനകത്തേക്ക് വന്നിട്ട് മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ നടന്ന് അതിനുള്ളിൽ ആക്ടിവിറ്റീസ് നടക്കണ്ടേ. അപ്പോൾ അതെങ്ങനെയാണ് പുറത്തുനിന്നൊരു വസ്തു അകത്തേക്ക് വരുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അമീബ, ഫസ്റ്റ് വൺ അമീബ അല്ലേ. അമീബയിൽ എന്താ നടക്കുന്നത്? അമീബയിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ എന്താണ് ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ എന്താണ് അത് സൈറ്റോപ്ലാസത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത് സെൽ മെംബ്രെയിനിലൂടെയാണ്. അമീബയുടെ സ്ട്രക്ചർ ഇതാണല്ലേ, നമുക്കറിയാം. ഇങ്ങനെ ഇരിക്കുന്ന അമീബ അല്ലേ. ഒരു സബ്സ്റ്റൻസ് ഉള്ളിലേക്ക് വരണമെങ്കിൽ ഇതെന്താണ്? അമീബയുടെ സെൽ മെംബ്രെയിൻ ആണല്ലേ, സെൽ മെംബ്രെയിൻ. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ അകത്തുകൂടി കയറിയിട്ടാണ് ഇതിനകത്ത് സൈറ്റോപ്ലാസത്തിൽ എത്തുന്നത് അല്ലേ. ഒരു സെല്ലാകുമ്പോൾ ഒരു സെല്ലിൻ്റെ പ്രത്യേകതയൊക്കെ അറിയാമല്ലോ. സെല്ല്
അകത്ത് ന്യൂക്ലിയസ് കാണും, പിന്നെ ഒരു ഫ്ലൂയിഡ് ലൈക്ക് സബ്സ്റ്റൻസ് കാണും, അതാണ് സൈറ്റോപ്ലാസം, കോശദ്രവ്യം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പോൾ അമീബയുടെ കേസിൽ പുറത്തുനിന്നൊരു വസ്തു എന്താണ്ട് അകത്തേക്ക് വരുമ്പോൾ ഏതിൽ കൂടെയാണ് വരുന്നത്? സെൽ മെംബ്രെയിനിൽ കൂടെ സൈറ്റോപ്ലാസത്തിലെത്തും. അതാണ് ഇവിടെ പറയുന്നത്. ആനിമൽസിൻ്റെ കേസിൽ മൾട്ടി സെല്ലുലാർ ആണല്ലേ ആനിമൽസിൻ്റെ കേസിൽ എങ്ങനെയാണ്? ആനിമൽസിൻ്റെ സെല്ല് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? മൾട്ടി സെല്ലുലാർ അല്ലേ, ഇങ്ങനെ അടങ്ങി ഇരിക്കുമല്ലേ. ഇതിൻ്റെ ഇടയിലൊരു ഇതൊരു ഫ്ലൂയിഡ് ഉണ്ട്. എന്താണ്? സെല്ലുകളുടെ ഇടയിലൊരു ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. സെല്ലുകളുടെ ഇടയിലുള്ളതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ള എന്താണ്? സബ്സ്റ്റൻസസ് റിസീവ്ഡ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ് ആൻഡ് റീച്ച് ദി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അപ്പോൾ പുറത്ത് നിന്ന് കുറച്ച് ചേഞ്ചിന് വിധേയമായിട്ട് ഒരു വസ്തു ആദ്യം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്നും സെൽ മെംബ്രെയിൻ വഴി സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. മനസ്സിലായോ? അടുത്തടുത്ത് സെല്ലുകളുണ്ട്, അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡുണ്ട്. പുറത്തുനിന്നൊരു സബ്സ്റ്റൻസ് കുറച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെത്തി അവിടെ നിന്നും സെൽ മെംബ്രെയിൻ വഴി കോശത്തിനുള്ളിലേക്ക് സൈറ്റോപ്ലാസത്തിലെത്തും. ഓക്കെ, ആനിമൽസിൻ്റെ കേസ്. ഇനി പ്ലാന്റ്സിൻ്റെ കേസ് 3 പോയിൻ്റായിട്ടാണ് അവർ എഴുതിയിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് സബ്സ്റ്റൻസസ് എൻ്റർ ദി സൈറ്റോപ്ലാസം ത്രൂ വേരിയസ് മീൻസ്. ഫസ്റ്റ് പോയിൻറ്റ്, ത്രൂ ദി സെൽ വാൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. നമ്മൾ ആനിമൽസിൻ്റെ കേസ് പറഞ്ഞില്ല. പിന്നെ പ്ലാന്റ്സിലല്ലേ സെൽ വാളുള്ളൂ, ആനിമൽസിൽ സെൽ വാളുണ്ടോ? ഇല്ല. അപ്പോൾ പ്ലാന്റ്സിൽ സെൽ വാളിലൂടെയും അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലൂടെയും. അടുത്ത്, ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ് പ്ലാസ്മോഡെസ്മേറ്റ ദാറ്റ് കണക്ട് അഡ്ജസൻറ്റ് സെൽസ്. പ്ലാന്റ്സിൽ അഡ്ജസൻറ്റ് സെൽസിനെ തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട്, അഡ്ജസൻറ്റ് സെൽസിൻ്റെ സൈറ്റോപ്ലാസത്തെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് പ്ലാസ്മോഡെസ്മാറ്റ. അപ്പോൾ പുറത്തു നിന്നൊരു സബ്സ്റ്റൻസ് പ്ലാസ്മോഡെസ്മേറ്റയിൽ വന്നിട്ട് അതുവഴി എന്ത് ചെയ്യും? സെല്ലുകളുടെ സൈറ്റോപ്ലാസത്തിലെത്തും. പിന്നെ ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. ഒരു സെല്ലിൽ നിന്ന് അനദർ എങ്ങനെയാണ്? പ്ലാസ്മ മെംബ്രെയിൻ വഴി എത്താം. അപ്പോൾ ഈ 3 രീതിയിൽ പ്ലാന്റ്സിൽ, ഈ രീതിയിൽ ആനിമൽസിൽ, ഈ രീതിയിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം ലൈക്ക് അമീബ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇതിൽ 3 ഏത് വേണോ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അമീബയിൽ എങ്ങനെയാണ്, ആനിമൽസിൽ എങ്ങനെയാണ്, ഒന്നിൽ കൂടുതൽ സെല്ലുണ്ട്, അപ്പോൾ അതനുസരിച്ചായിരിക്കും അല്ലേ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വഴി കയറിയാണ് സെൽ മെംബ്രെയിനിലൂടെ സൈറ്റോപ്ലാസത്തിൽ. പ്ലാന്റ്സിൽ 3 രീതിയിൽ സെൽ വാൾ പ്ലാന്റ്സിനും അത്രേ ഉള്ളൂ. പിന്നെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലൂടെ അല്ലേ, സെൽ വാളിൽ കൂടെ വന്ന് എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ നിന്ന് സെൽ വാളിൽ കൂടെ എന്ത് ചെയ്യും? അകത്ത് കയറും. പിന്നെ എന്താ? സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ഉണ്ട് അല്ലേ, അഡ്ജസൻറ്റ് സെല്ലിനെ തമ്മിൽ കണക്റ്റ് ആക്കിക്കൊണ്ട് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ഉണ്ട്, അതാണ് പ്ലാസ്മോഡെസ്മേറ്റ, അതുവഴി കയറും. പിന്നെ എന്താണ്? ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. ഇത്രയുമാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. എൻസൈംസും ഹോർമോൺസും അതുപോലെ എന്താണ് എക്സാമ്പിൾസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാ. പിന്നെ ഇതെന്തുവാ? ഈ 3 കാര്യവും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മനസ്സിലായില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.